മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്, മലയാളമാണ്, അടിസ്ഥാന പാഠാവലിയാണ് നിങ്ങൾക്ക് പരീക്ഷ അല്ലേ. അവസാനത്തെ പരീക്ഷയാണ് ക്രിസ്മസ് പരീക്ഷയിൽ. അപ്പോൾ ഇനി ഉത്സവത്തിൻ്റെ കാലമാണ്, അടിച്ചു പൊളിക്കുക അല്ലേ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കുറേ ദിവസം ലീവൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടീച്ചർ വന്നിരിക്കുന്നത് എന്താണ്, ഇന്ന് നമുക്കൊരു മാരത്തോൺ ഉണ്ട്, നാളെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വജ്ര ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. വജ്ര ബാച്ചിൽ ഇപ്പോൾ ഒരു ഓഫർ വരികയാണ്, ന്യൂ ഇയർ ഓഫർ. നിങ്ങൾക്ക് ന്യൂ ഇയറിന് പലതരത്തിലുള്ള ഓഫറുകളും തരാറില്ലേ, അതുപോലെ സൈലോൺ തരുന്നുണ്ട്. നിങ്ങളുടെ വജ്ര ബാച്ചിൽ ഫുൾ ഒരു റിവിഷൻ കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. അതാണ് വജ്ര ആൻഡ് ഗെയിം ബാച്ച്. അതിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഇതാ 15% ഓഫർ ഉണ്ട്. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ടെസ്റ്റ്, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റ്, PYQ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം, ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ 9954000800 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിളിച്ചാൽ അറിയാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാൻ പറയാം. ഒരു സ്വപ്നമുണ്ടായിരുന്നു അല്ലേ, ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നൊരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. ആരാണ് എഴുതിയിരിക്കുന്നത്, ആരാണ് ഒരു സ്വപ്നമുണ്ടായിരുന്നു? സാറാ ജോസഫിൻ്റെതാണ് അല്ലേ, ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഈ ഒരു നോവലിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ സാറാ ജോസഫ് എന്ന് പറയുന്നത് മലയാളത്തിലെ മികച്ച ഒരു എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. അവരുടെ ഒരു നോവലിൻ്റെ ഭാഗമാണ്. അതിൽ കുഞ്ഞിമാത്തുമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അവരുടെ കഥാപാത്ര നിരൂപണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, നമുക്കൊന്ന് നോക്കിയാലോ. സാറാ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന നോവലാണ് കേട്ടോ. ആദിയിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞുമാത്തുമ്മ. ഒരേ സമയം നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി കുഞ്ഞുമാത്തുമ്മ മാറുന്നുണ്ട്. തൻ്റെ നാട്ടിലെ വെള്ളക്കെട്ടിനോട് താനടക്കമുള്ള ജനങ്ങൾ ചെയ്ത തെറ്റ് അവർക്ക് നന്നേ ബോധ്യമുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ വായിച്ചതാണ് പാഠഭാഗം. മറ്റുള്ളവരെ പോലെ അതിൽ പശ്ചാത്തപിക്കുന്നതിലേറെ അവർ അതിനെതിരെ സ്നേഹത്തോടും വാശിയോടെയും നേരിടുന്ന ചിത്രമാണ് പാഠഭാഗത്ത് കാണാവുന്നത് അല്ലെ. ഇത് നോക്കിയേ, ഇതിന്റെ ഇവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടോ, ഈ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയിരിക്കുക അവൾ എന്ന വാക്യം കുഞ്ഞിമാത്തുമ്മയെ അല്ലെ ഇനി എന്തും വന്നോട്ടെ എന്ന മനോഭാവത്തെ കാണിക്കുന്നു. വെറുതെ അവിടെ ഇങ്ങനെ പോയിരിക്കുക എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഇനി എന്തും വന്നോട്ടെ എന്ന മനോഭാവത്തെ കാണിക്കുന്നു. തനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന നിസ്സഹായത കൊണ്ടാവാം അല്ലെ, നിസ്സഹായതയാവാം ഈ ഒരു സന്ദർഭം കാണിക്കുന്നത്. വിളിച്ചാ കേക്കില്ല, മിണ്ടാട്ടോ ഇല്ല, ഉരിയാട്ടോ ഇല്ല എന്ന വാക്യങ്ങൾ മറ്റുള്ളവർ പറയുന്നതനുസരിക്കാത്ത സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ അവസ്ഥ അല്ലേ കുഞ്ഞുമാത്തുമ്മയെ ആകെ താളം തെറ്റിച്ചിരിക്കാം. ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്ത വിരലുകൾ, ചത്ത മത്സ്യത്തിന്റെ അങ്ങനെയല്ലേ ഒരു രൂപം തന്നെ, വിളറി വെളുത്ത് കിടക്കും അല്ലെ. ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് എന്ന വിവരണം അവരുടെ മാനസികാവസ്ഥയെയും ദുരിതപൂർണമായ ജീവിതത്തെയും കാണിക്കുന്നു. പിന്നെ എന്താണ്, ഞാൻ എങ്ങടും ഇല്ല, നിങ്ങൾ പോയിക്കോ. എന്താ പറയുന്നത്, ഞാൻ എങ്ങടും ഇല്ല, നിങ്ങൾ പോയിക്കോ എന്ന വാക്കുകൾ കുഞ്ഞിമാത്തുമ്മയുടെ വാശിയെയും ദൃഢനിശ്ചയത്തെയും കാണിക്കുന്നു. ഇത്തരത്തിൽ ഒത്തിരി പ്രത്യേകതയുള്ളൊരു കഥാപാത്രമാണ് കുഞ്ഞിമാത്തുമ്മ എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ കഥയുടെ പൂർണ്ണ ഭാഗവും ഒക്കെ പഠിക്കണമെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വരാം, നമുക്ക് അടിപൊളിയായിട്ട് ഇത് പഠിച്ചെടുക്കാം. അപ്പോൾ ഏതായിരുന്നു പാഠം, ഏതായിരുന്നു ഒരു സ്വപ്നമുണ്ടായിരുന്നു, ആരായിരുന്നു എഴുതിയത്, സാറാ ജോസഫ്. ഏത് കഥാപാത്രമായിരുന്നു, കുഞ്ഞിമാത്തുമ്മ. അവരെ കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ കഥാപാത്ര പരിചയം എന്നൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ എഴുതുക. അപ്പോൾ ലൈവിന് മറന്നു പോകാതെ വരിക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ കൃത്യസമയത്ത് ലൈവിലെത്താൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടാം. ബൈ.